വെൽക്കം ബാക്ക്. പ്രാക്ടിക്കലുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയ വീഡിയോ ആണ് ഇന്ന് ഞാൻ ഈ ക്ലാസ്സിൽ കൈകാര്യം ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, ഫസ്റ്റ് ഇയർ നമ്മൾ 60 മാർക്കിന് തിയറി എക്സാം ഉണ്ടായിരുന്നു, 20 മാർക്ക് ഇന്റേണൽ മാർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ മൊത്തം 80 മാർക്ക് നമുക്ക് കിട്ടും. സെക്കൻഡ് ഇയർ തിയറിയോടൊപ്പം തന്നെ നമുക്ക് വരുന്നതാണ് പ്രാക്ടിക്കൽ. അതിൻ്റെ ഒപ്പരം പോകുന്നതാണ്. 40 മാർക്കാണ് നമുക്ക് പ്രാക്ടിക്കൽ ഉള്ളത്. ഇപ്പോൾ പ്രാക്ടിക്കൽ നമുക്ക് എന്തായാലും ഇപ്പോൾ വീട്ടിൽ ഇരുന്നിട്ട് ചെയ്യാൻ പറ്റില്ല. പ്രാക്ടിക്കൽ ചെയ്യണമെങ്കിൽ നമുക്ക് ലാബ് വേണം. ലാബ് എവിടെയേ ഉള്ളൂ? സ്കൂളിലല്ലേ ഉള്ളൂ. അപ്പോൾ പ്രാക്ടിക്കലുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നമുക്കിപ്പോൾ റെക്കോർഡിലോട്ട് എഴുതി വെക്കാൻ പറ്റും. അപ്പോൾ റെക്കോർഡിലോട്ട് എങ്ങനെയാണ് പ്രാക്ടിക്കൽ എക്സ്പെരിമെൻ്റ്, ഫിസിക്സ് എക്സ്പെരിമെൻ്റ് എങ്ങനെയാണ് എഴുതേണ്ടത്, അതിനെപ്പറ്റി ഒരു ഐഡിയ നൽകുക മാത്രമാണ് ഇന്നത്തെ എൻ്റെ ക്ലാസ്സിൻ്റെ ഉദ്ദേശം. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുന്ന ഫിസിക്സ് ടീച്ചർ കൃത്യമായിട്ട് പറയുന്നതായിരിക്കും. അവർ പറയുന്ന എന്താണോ അതാണ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ കോമൺ ആയിട്ട് എങ്ങനെയാണോ നമ്മൾ കേരളത്തിൽ ഹയർ സെക്കൻഡറിയിൽ റെക്കോർഡ് എങ്ങനെയാണ് എഴുതുന്നത് അതിനെപ്പറ്റി മാത്രമാണ് പറയുന്നത്. ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചർമാരോട് ചോദിച്ചിട്ട് ക്ലാരിഫൈ ചെയ്യണം. ഞാനിപ്പോൾ എൻ്റെ സ്കൂളിൽ എങ്ങനെയാണ് റെക്കോർഡ് എഴുതാൻ ഉദ്ദേശിക്കുന്നത്, കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡ്, അത് ജസ്റ്റ് ഒന്ന് പറയുകയാണ്. ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കുക എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. റെക്കോർഡ് എഴുതണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു പ്രാക്ടിക്കൽ ടെക്സ്റ്റ് ബുക്ക് ആവശ്യമാണ്. ഇതൊരു ഫിസിക്സിൻ്റെ പ്രാക്ടിക്കൽ ടെക്സ്റ്റ് ബുക്കാണ്. പല പബ്ലിക്കേഷൻസും നിരവധി പ്രാക്ടിക്കൽ ടെക്സ്റ്റ് ബുക്ക് ഫിസിക്സിന് വേണ്ടി, ഹയർ സെക്കൻഡറിക്ക് വേണ്ടി ഇറക്കുന്നുണ്ട്. ടെക്സ്റ്റ് ബുക്ക് എൻ്റെ കയ്യിലുള്ള ടെക്സ്റ്റ് ബുക്ക് എടുത്ത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ പഴയകാലത്തെ കുട്ടികളുടെ ടെക്സ്റ്റ് ബുക്ക് മേടിക്കാം, അല്ലെങ്കിൽ മാർക്കറ്റിൽ പോയ ഷോപ്പിൽ പോയി നമുക്ക് ടെക്സ്റ്റ് ബുക്ക് അവൈലബിൾ ആണ്. ഏതെങ്കിലും രീതിയിൽ ഒരു ടെക്സ്റ്റ് ബുക്ക് എല്ലാവരുടെയും കയ്യിലുള്ളത് നല്ലതാണ്. ഓക്കെ, ഇപ്പോൾ ടെക്സ്റ്റ് ബുക്ക് വേണം. രണ്ടാമത് വേണ്ടതാണ് ഒരു റെക്കോർഡ് ബുക്ക്. റെക്കോർഡ് ബുക്ക് എന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾക്കൊരു 200 പേജിൻ്റെ അല്ലെങ്കിൽ കുറച്ച് വലുപ്പമുള്ള ഒരു വരയില്ലാത്ത നോട്ട് ബുക്ക് ആണെങ്കിലും മതി. അത് നമ്മുടെ ലാബ് റെക്കോർഡ് വർക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന റെക്കോർഡ് ബുക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. സാധാരണ എല്ലാ സ്കൂളിലും റെക്കോർഡ് അവർ ഏതെങ്കിലും ഒരു ഏജൻസി വഴിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ കൊടുക്കാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ഇരിക്കും. ഫിസിക്സിൻ്റെ റെക്കോർഡ് കാണുമ്പോൾ എല്ലാവർക്കും ഒരേപോലെ, ഒരേ സൈസുള്ള, ഒരേ വലുപ്പമുള്ള റെക്കോർഡ് കിട്ടും. അപ്പോൾ അങ്ങനെ റെക്കോർഡ് എഴുതുകയാണെങ്കിലും, നോട്ട് ബുക്കിൽ റെക്കോർഡ് എഴുതുകയാണെങ്കിലും എല്ലാത്തിനും കിട്ടുന്ന മാർക്ക് ഒരുപോലെ ആയിരിക്കും. 4 മാർക്കാണ് നമ്മൾ റെക്കോർഡിന് വേണ്ടി കൊടുക്കുന്ന മാർക്ക്. ഈ കാര്യങ്ങൾ മാർക്ക് ഡിസ്ട്രിബ്യൂഷനൊക്കെ പിന്നീട് ഞാൻ വേറെ ക്ലാസ്സിൽ പറയുന്നതാണ്. എൻ്റെ കയ്യിലിപ്പോൾ റെക്കോർഡുണ്ട്. റെക്കോർഡാണ്, നമ്മൾ സാറിന് കാണുന്ന റെക്കോർഡാണ്. നമ്മൾ റെക്കോർഡ് നോക്കുക. റെക്കോർഡിൽ ഫസ്റ്റ് പേജിൻ്റെ മുറിഞ്ഞു പോയിട്ടുണ്ട്. ഫസ്റ്റ് പേജിൽ നിങ്ങളുടെ പേരും പിന്നെ രജിസ്റ്റർ നമ്പറും ഇയറെല്ലാം എഴുതേണ്ട ഒരു ഭാഗമുണ്ട്. അത് ഫില്ല് ചെയ്യുക. പേരെഴുതി വെക്കുക. ബാക്കി കാര്യങ്ങൾ രജിസ്റ്റർ നമ്പറെല്ലാം കിട്ടുമ്പോൾ ബാക്കി കാര്യങ്ങൾ എഴുതുക. രണ്ടാമത്തെ പേജ് നോക്കുക. അവിടെ ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. ഇവിടെ സീരിയൽ നമ്പർ, ഡേറ്റ്, എക്സ്പെരിമെൻറ്റിൻ്റെ നെയിം, പേജ് നമ്പർ, പിന്നെ ടീച്ചറിൻ്റെ സൈൻ ഇടുന്ന സ്ഥലം, റിമാർക്സ് ഉണ്ടെങ്കിൽ റിമാർക്സ് ഇടുന്ന സ്ഥലം. അടുത്ത പേജ് നോക്കുക. അടുത്ത പേജ് 2 ഭാഗമുണ്ട്. അപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് സൈഡും പിന്നെ ഈ ഭാഗത്ത് എന്ത് സൈഡുമുണ്ട്? ലെഫ്റ്റ് ഹാൻഡ് സൈഡുമുണ്ട്. ഈ ബുക്കിൽ ഈ ഭാഗം റൂൾഡാണ്, വരഞ്ഞ ഭാഗമാണ്. ഇത് പ്ലെയിനാണ്. ഇവിടെയും വരയില്ലാത്തയാകാം, ഇവിടെയും വരയില്ലാത്തയാകാം. ഈ ഭാഗം എപ്പോഴും പ്ലെയിൻ ആകുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ നിങ്ങൾ നോട്ട് ബുക്കാണ് മേടിക്കുന്നതെങ്കിൽ വരയില്ലാത്ത നോട്ട് ബുക്ക് മേടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഒരു ഭാഗം വരഞ്ഞിരിക്കുന്നു, ഒരു ഭാഗം വരാതിരിക്കുന്നു, 2 ഭാഗവും വരാണ്ട് ഇരിക്കും, പ്രശ്നമൊന്നുമില്ല. അപ്പം ഞാൻ ഈ റെക്കോർഡ് എങ്ങനെയാണോ അതുപോലെയാണ് ഞാൻ ഈ ബോർഡെ വരച്ച് വെച്ചിരിക്കുന്നത്. നോക്കുക, നമുക്ക് 2 സൈഡ് നോക്കാം. ഇത് റൈറ്റ് ഹാൻഡ് സൈഡ്, ഇത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. റൈറ്റ് ഹാൻഡ് സൈഡും ലെഫ്റ്റ് ഹാൻഡ് സൈഡും, റൈറ്റ് ഹാൻഡ് സൈഡും ലെഫ്റ്റ് ഹാൻഡ് സൈഡും. ഇത് എങ്ങനെയാണ് നമ്മളൊരു എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ റെക്കോർഡിലോട്ട് എഴുതുന്നത്, എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് ഞാൻ പറയുന്നു. നോക്കുക, ഇപ്പോൾ ഒരു എക്സ്പെരിമെന്റ് ആണ് വെർനിയർ കാലിപ്പേഴ്സ്. വെർനിയർ കാലിപ്പേഴ്സ് എന്ന് പറയുന്ന എക്സ്പെരിമെന്റ് ആണ് നമുക്ക് ചെയ്യേണ്ടതെങ്കിൽ ആദ്യം അതിൻ്റെ ലാബിൽ കയറുന്നതിന് മുമ്പിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ റെക്കോർഡിലോട്ട് എഴുതി വെക്കണം. ലാബിൽ കയറിയ ശേഷം നമ്മൾ അതിൻ്റെ റീഡിംഗ് എടുത്തിട്ട് നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന സ്ഥലത്ത് എവിടെയാണോ രേഖപ്പെടുത്തേണ്ടത് അവിടെ രേഖപ്പെടുത്താറ് മാത്രമേ ചെയ്യുന്നുള്ളൂ. നോക്കുക, നമ്മൾ ഇപ്പോൾ ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ ഈ ഒരു ഭാഗത്ത് റൈറ്റ് ഹാൻഡ് സൈഡിൽ ഏറ്റവും മുകളിലത്തെ ഭാഗത്ത് നമ്മൾ അതിൻ്റെ ഹെഡിങ് എഴുതും. എന്താ ഹെഡിങ്?
ഞാൻ പറഞ്ഞ എക്സ്പെരിമെന്റ് എൻ്റെ എക്സ്പെരിമെന്റ് വെർനിയർ കാലിപ്പേഴ്സ് എന്ന് പറഞ്ഞ എക്സ്പെരിമെന്റ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് എഴുതുന്നു? ഇവിടെ വെർനിയർ കാലിപ്പേഴ്സ് എഴുതി കൊടുക്കുന്നു. വെർനിയർ കാലിപ്പേഴ്സ് കുറച്ച് വലുപ്പത്തിൽ അല്ല വൃത്തിയായിട്ട് അവിടെ എന്ത് എഴുതും? നമ്മൾ ഹെഡിങ് കൊടുക്കും. കാലിപ്പേഴ്സ്, വെർനിയർ കാലിപ്പേഴ്സ് നമ്മൾ ഹെഡിങ് കൊടുക്കും. ഓക്കെ. അപ്പോൾ നമ്മൾ ഇത് ആദ്യമായിട്ട് ചെയ്യുന്ന എക്സ്പെരിമെന്റ് ആയത് കാരണം ഇത് സീരിയൽ നമ്പർ 1 ആണ്. ഇപ്പൊ ചില റെക്കോർഡിൽ സീരിയൽ നമ്പർ എഴുതേണ്ട സ്ഥലം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കുക, ഇവിടെ പേജ് നമ്പർ ഡേറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. പേജ് നമ്പറും ഡേറ്റും വേറെയാണ്. സീരിയൽ നമ്പർ എഴുതാൻ സ്ഥലമില്ലെങ്കിൽ നമ്മൾ റെക്കോർഡിന്റെ ഈ ഭാഗത്ത് ഇങ്ങനെ ഒരു വരയുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു വര കൊടുത്തിട്ടുണ്ടാവും. അത് മാർജിൻ കൊടുത്തിട്ടുണ്ടാവും. ഇവിടെ നമ്മൾ എന്ത് കൊടുക്കുന്നു? നമ്പർ കൊടുക്കുന്നു. നമ്പർ 1. നിങ്ങൾ ആദ്യം ചെയ്യുന്ന എക്സ്പെരിമെന്റ് ഏതാണോ ആ എക്സ്പെരിമെന്റിന് നമ്പർ 1 എന്നും രണ്ടാമത് ചെയ്ത എക്സ്പെരിമെന്റ് നമ്പർ 2 എന്നും അങ്ങനെയാണ് നമ്മൾ എഴുതി പോവാം. ഇപ്പൊ നമ്പർ 1 നമ്മൾ കൊടുത്തു. നമ്പർ 1 എന്ന് കൊടുക്കുന്ന കൂടാണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ ഡേറ്റും കൂടെ അവിടെ എഴുതും. ഇന്നത്തെ ഡേറ്റ് എഴുതുക. ഇന്നത്തെ ഡേറ്റ് എഴുതാൻ ഇതുപോലെയുള്ള സ്പേസ് ഉണ്ടെങ്കിൽ, ഡേറ്റ് ഒന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ എഴുതുക ഡേറ്റ്. അല്ലെങ്കിൽ നമ്മൾ നമ്പർ 1 എന്ന് എഴുതിയ സ്ഥലത്ത് ആ മാർജിന്റെ അവിടെയായിട്ട് ഡേറ്റ് മാർക്ക് ചെയ്യുക. ഡേറ്റ് എവിടെയെങ്കിലും ആയിട്ട് മാർക്ക് ചെയ്യുക. ഇന്നത്തെ ഡേറ്റ് എത്രയാണ്? ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ഡേറ്റ് 21/10/2020 മാർക്ക് ചെയ്ത് ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ഉള്ള ഡേറ്റ് 21/10/2020 ആയത് കാരണം ഞാൻ അവിടെ 21/10/2020 മാർക്ക് ചെയ്തു. ഇതാണ് ഒരു എക്സ്പെരിമെന്റ് എഴുതുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. ഹെഡിങ് കൊടുക്കുക, ഹെഡിങ് കൊടുത്ത് നമ്പർ കൊടുക്കുക, അതോടൊപ്പം എക്സ്പെരിമെന്റ് എന്നാണോ ചെയ്യേണ്ടത് ആ ദിവസത്തെ ഡേറ്റ് കൊടുക്കും. ഇത്ര എഴുതിയ ശേഷം നമ്മൾ തൊട്ട് താഴെ നമ്മൾ എയിം എവിടെയാണ് എഴുതുന്ന? റൈറ്റ് സൈഡിലാണ് എഴുതുന്നത്. അതായത് ഈ ബുക്കിലെ റൈറ്റ് സൈഡിലാണ് എഴുതുന്നത്. നിങ്ങൾ നോക്കുമ്പോൾ ഫേസ് ചെയ്ത് നോക്കുമ്പോൾ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും കൊണ്ട് റൈറ്റ് സൈഡിലാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എഴുതുന്നത്. ഏതൊക്കെ എയിമാണോ നമ്മൾ ലാബ് ചെയ്യുന്നത് ആ എയിം മാത്രം അവിടെ എഴുതിയാൽ മതി. ഫോർ എക്സാമ്പിൾ, വെർനിയർ കാലിപ്പേഴ്സിൽ നമുക്ക് ഒരുപാട് എയിം ഉണ്ടാവും. ടു ഡിറ്റർമിൻ ദ വോളിയം ഓഫ് ഗിവൺ സിലിണ്ടർ, ടു ഡിറ്റർമിൻ ദ വോളിയം ഓഫ് ഗിവൺ സ്പിയർ, ടു ഡിറ്റർമിൻ ദ വോളിയം ഓഫ് ഗിവൺ റെക്ടാംഗിൾ ബ്ലോക്ക്, ടു ഡിറ്റർമിൻ ദ ഇന്റേണൽ വോളിയം ഓഫ് എ കലോറിമീറ്റർ. അങ്ങനെ ഒരുപാട് എയിം ഉണ്ടാവും. ഈ എല്ലാ എയിമും നമ്മൾ ചെയ്യുന്നില്ല. ഏതെങ്കിലും 2-3 എയിം ആയിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവും. അപ്പൊ ചെയ്യുന്ന എയിം മാത്രം അവിടെ എഴുതിയാൽ മതി. ഇപ്പൊ ഞാൻ എൻ്റെ സ്കൂളിലാണെങ്കിൽ കലോറിമീറ്ററിന്റെ ഇന്റേണൽ വോളിയം കണ്ടുപിടിക്കുന്നില്ല. അപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അതിന്റെ ഇക്വേഷനും അതിന്റെ എയിമും അതേപോലെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പൊ അത് എഴുതേണ്ടത് പറയും. അപ്പൊ അതാണ് നിങ്ങളുടെ ടീച്ചർ പറയും ഏതാണോ എയിം ആ എയിമാണ് അവിടെ മാത്രം അവിടെ എഴുതേണ്ടത്. വേണ്ടാത്ത ലാബ് ചെയ്യാത്ത എയിം അവിടെ എഴുതേണ്ട കാര്യമില്ല. ഓക്കെ, നമ്മളിപ്പോൾ എന്ത് എഴുതി കഴിഞ്ഞു? എയിം എന്താണെന്ന് എഴുതി കഴിഞ്ഞു. എയിം എഴുതിയ ശേഷം നമ്മൾ എഴുതേണ്ടതാണ് അപ്പാരച്ചസ്. അപ്പാരച്ചസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ ലാബിൽ ആ എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടി, ഇവിടെ വെർനിയർ കാലിപ്പേഴ്സ് ആണ്, വെർനിയർ കാലിപ്പേഴ്സ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ഇൻസ്ട്രുമെന്റ് നമ്മൾ എടുക്കുന്നുണ്ട്, ഏതൊക്കെ ഇൻസ്ട്രുമെന്റ് അവിടെ ആവശ്യമാണ്, അതാണ് അപ്പാരച്ചസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതൊക്കെ ഒബ്ജക്ട്സ് അവിടെ ആവശ്യമാണ്, അതാണ് അവിടെ അപ്പാരച്ചസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അപ്പാരച്ചസ് ആണ് നെയിം കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടാമത് എഴുതുന്നു അപ്പാരച്ചസ് കൊണ്ട്. അപ്പാരച്ചസ് എഴുതുന്നു. വെർനിയർ കാലിപ്പേഴ്സ് ആണ്, വെർനിയർ കാലിപ്പേഴ്സ് വേണം. സ്പിയർ വേണം, സ്പിയറിന്റെ ബോളിയാണെങ്കിൽ സ്പിയർ വേണം. സിലിണ്ടറിന്റെ ബോളി കണ്ടുപിടിക്കാൻ സിലിണ്ടർ വേണം. ഇപ്പൊ നമ്മൾ വെർനിയർ കാലിപ്പേഴ്സ്, സ്പിയർ, സിലിണ്ടർ, റെക്ടാംഗിൾ ബ്ലോക്ക് ഉണ്ട്, റെക്ടാംഗിൾ ബ്ലോക്ക്, കലോറിമീറ്റർ ഉണ്ട്, കലോറിമീറ്റർ എല്ലാം അവിടെ എഴുതി എക്സെട്ര എന്ന് എഴുതി വെക്കുന്നു. അപ്പാരച്ചസ്. ഇനി അടുത്ത ചെയ്യേണ്ടതാണ് ഇമ്പോർട്ടന്റ് തിയറി ഓർ പ്രിൻസിപ്പിൾ. ഇപ്പൊ മൂന്നാമത്താണ് എന്ത്? തിയറി ഓർ എന്ത് വിളിക്കും? പ്രിൻസിപ്പിൾ. ഈ എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ട പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ തിയറി വളരെ ബ്രീഫായിട്ട് നമ്മൾ അവിടെ എഴുതി വെക്കും. വോളിയം കണ്ടുപിടിക്കാൻ സിലിണ്ടറിന്റെ വോളിയാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമ്മുടെ πr² L എന്ന് കൊടുക്കും. വേർ ആർ ഈസ് ദ റേഡിയസ് ഓഫ് ദ സിലിണ്ടർ, L ഈസ് ദ ലെങ്ത് ഓഫ് ദ സിലിണ്ടർ. സിലിണ്ടറിന്റെ വോളിയം മാത്രമല്ല കണ്ടുപിടിക്കേണ്ടത്, റെക്ടാംഗുലർ ബ്ലോക്കിന്റെ വോളിയം കണ്ടുപിടിക്കണം. അപ്പോൾ റെക്ടാംഗുലർ ബ്ലോക്കിന്റെ വോളിയം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ LBH, ലെന്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്. വെർനിയർ കാലിപ്പേഴ്സ് വേറെ ഇക്വേഷൻ വരുന്നുണ്ട്. ടോട്ടൽ റീഡിംഗ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ MSR + BSR × LC. എന്താണ് MSR? മെയിൻ സ്ക്വയർ റീഡിംഗ്. എന്താണ് LC? ലീസ്റ്റ് കൗണ്ട്. എന്താണ് BSR? ഇതെല്ലാം തിയറിയിൽ നമ്മുടെ ഈ പ്രാക്ടിക്കലിന്റെ ബുക്കിൽ വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് അതേപോലെ പകർത്തുക. ഇനി കലോറിമീറ്റർ ചെയ്യുന്നില്ലെങ്കിൽ കലോറിമീറ്ററിന്റെ തിയറി എഴുതാൻ പാടില്ല. എയിമിൽ കലോറിമീറ്റർ നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ, ഇന്റേണൽ വോളിയം നമ്മൾ കണ്ടുപിടിക്കുന്നില്ലെങ്കിൽ നമ്മൾ ആ തിയറി വിട്ട് കളഞ്ഞിട്ട് ബാക്കി തിയറി അവിടെ എഴുതി വെച്ചാൽ മതി. ഓക്കെ, ഇതിന് ശേഷം അടുത്തതാണ് പ്രൊസീജിയർ. ഇതാണ് പ്രൊസീജിയർ.
നമ്മൾ എങ്ങനെയാണോ ഈ എക്സ്പെരിമെന്റ് ചെയ്യുന്നതാണ് പ്രൊസീജിയർ പറയുന്നത്. വെനി കാലിപ്പേഴ്സ് ഇങ്ങനെ എടുക്കണം, വെനി കാലിപ്പേഴ്സ് ഇന്ന കാര്യങ്ങൾ നോക്കണം, അതിന് ശേഷമാണ് നമ്മൾ സിലിണ്ടർ പ്ലേസ് ചെയ്യേണ്ടത്, വെനി കാലിപ്പേഴ്സ് ഇതൊക്കെ പാർട്സ് ഉണ്ട്. ഇതെല്ലാം വളരെ കൃത്യമായിട്ടും പ്രൊസീജിയർ എന്ന് പറയുന്ന പാർട്സിൽ വളരെ ബ്രീഫായിട്ടും മനസ്സിലാകുന്ന രീതിയിലും എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് പ്രൊസീജിയർ. അപ്പൊ എന്തൊക്കെ വേണം? ആദ്യം ഹെഡിങ് എഴുതി, നമ്പർ എഴുതി, ഡേറ്റ് എഴുതി, എയിം എഴുതി, അപ്പാർച്ചസ് എഴുതി, തിയറി ഓർ പ്രിൻസിപ്പിൾ കൊടുത്തു, പ്രൊസീജിയർ എഴുതി. അങ്ങനെ പ്രൊസീജിയറെല്ലാം എഴുതി നമ്മൾ പ്രൊസീജിയർ തന്നെ കുറച്ചധികം ഭാഗമുണ്ടാവും, കുറച്ച് ഭാഗമുണ്ട്. പ്രൊസീജിയർ നമ്മളെല്ലാം എഴുതിയ ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഫൈനലായിട്ട് പ്രൊസീജിയർ എഴുതിയ ശേഷം ഈ എക്സ്പെരിമെന്റ് റിസൾട്ട് എഴുതണം. എന്താണ് കിട്ടിയ റിസൾട്ട്? വോളിയം ഓഫ് ദ ഗിവൺ സിലിണ്ടർ ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് ദ ഗിവൺ റെക്ടാങ്കുലർ ബ്ലോക്ക് ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് ദ ഗിവൺ സ്ക്വയർ ഈസ് ഈക്വൽ ടു. അപ്പൊ ആ റിസൾട്ട് എന്ന് പറയുന്ന ഭാഗം എഴുതാൻ വേണ്ടി പ്രൊസീജിയർ എഴുതിയ ശേഷം നമ്മൾ എന്ത് കൊടുക്കുന്നു? റിസൾട്ട് എന്ന് കൊടുക്കുന്നു. റിസൾട്ട് കൊടുക്കുന്നു, അണ്ടർ ചെയ്യുന്നു. ഓരോ റിസൾട്ട് 1, 2, 3 എന്ന് പറയുമ്പോൾ താഴെ എഴുതും. ഇത്ര എഴുതും. ഇനി അടുത്ത പ്രശ്നം, ഈ സൈഡ് ഇവിടെ വെറുതെ എടുക്കുവാണല്ലോ. അതായത് ഈ റെക്കോർഡിലെ ഒരു വശം ഫില്ലാണ് നമ്മൾ എഴുതി കഴിഞ്ഞു. ഈ സൈഡ് വെറുതെ പ്ലെയിൻ ആയിട്ട് കിടക്കുകയാണ്. ഈ സൈഡിൽ എന്താ എഴുതേണ്ടത്? ഈ സൈഡിൽ എഴുതേണ്ടത് എന്താണെന്ന് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ, പ്രാക്ടിക്കൽ ടെക്സ്റ്റ് ബുക്കിൽ അതുപോലെ കൊടുത്തിട്ടുണ്ട്. ഈ ബുക്കിൽ ഇവിടെ വെർനിയർ കാലിപ്പേഴ്സ് 2 എന്ന് കൊടുത്തിട്ടുണ്ട്. വെർനിയർ കാലിപ്പേഴ്സ് 2 ആണ് ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്? വെർനിയർ കാലിപ്പേഴ്സിന് പിക്ചർ കൊടുത്തിട്ടുണ്ട്. വെർനിയർ കാലിപ്പേഴ്സിന് പിക്ചർ വരയ്ക്കേണ്ട പിക്ചർ ഏതാണെന്ന് ആ സമയത്ത് ടീച്ചർമാർ പറയും. ചില പിക്ചർ നിർബന്ധമാണ്, ചില പിക്ചർ നിർബന്ധമില്ല. വെർനിയർ കാലിപ്പേഴ്സ് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടി, മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്, വരച്ചു. അപ്പൊ ഇവിടെ ഈ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതുപോലെ നമ്മൾ എഴുതണം. ഈ ടെക്സ്റ്റ് ബുക്കിലെ റൈറ്റ് സൈഡിൽ ഉള്ള കാര്യങ്ങൾ നമ്മൾ ഇവിടെ എഴുതി വെച്ചു, വേണ്ട കാര്യങ്ങൾ എഴുതി വെച്ചു. ലെഫ്റ്റ് സൈഡിൽ ഉള്ള കാര്യങ്ങൾ ലെഫ്റ്റ് സൈഡിലാണ് എഴുതി വെക്കേണ്ടത്, ഈ സൈഡിലാണ് എഴുതി വെക്കേണ്ടത്. അപ്പൊ ഈ സൈഡിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഓർക്കുക, ആദ്യം എഴുതേണ്ട ഹെഡിങ് ഒബ്സർവേഷൻസ് ആൻഡ് കാൽക്കുലേഷൻസ് എന്നാണ് ആദ്യം എഴുതേണ്ടത്. അപ്പൊ ഈ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ കൊടുക്കേണ്ട ഒബ്സർവേഷൻസ് ആൻഡ് കാൽക്കുലേഷൻസ് എന്നാണ് കൊടുക്കുന്നത്. അത് അതേപോലെ ഇവിടെ ഉണ്ടാവും. ഏത് എക്സ്പെരിമെന്റ് ആണെങ്കിലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം കൊടുക്കുന്ന ഒബ്സർവേഷൻസ് ആൻഡ് കാൽക്കുലേഷൻസ് കൊടുക്കും. ഒബ്സർവേഷൻസും കാൽക്കുലേഷൻസും ഇവിടെയാണ് നമ്മൾ എഴുതിയത്. ഏതൊക്കെ ഒബ്സർവേഷൻസ് നമുക്ക് ലാഭം കിട്ടിയോ അത് കംപ്ലീറ്റും ഈ ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ ഫിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കി ആദ്യം എഴുതിയിരിക്കുന്ന മാഗ്നിറ്റ്യൂഡ് ഓഫ് 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ MST ഈസ് ഈക്വൽ ടു ഡാഷ് മില്ലിമീറ്റർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇത്ര എഴുതിയാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ MST ഈസ് ഈക്വൽ ടു ഡാഷ് സൈൻ കൊടുക്കേണ്ട. ഈസ് ഈക്വൽ ടു നമ്മൾ എഴുതിയുടെ കുറച്ച് സ്പേസ് വിടുക. യൂണിറ്റും ബാക്കി കിട്ടുന്ന നമ്പർ എല്ലാം നമ്മൾ പിന്നീട് എഴുതും. അപ്പൊ എന്ത് എഴുതി? നമ്മൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ ഈസ് ഈക്വൽ ടു എന്ന് കൊടുത്തു. രണ്ടാമത് നമ്പർ ഓഫ് ഡിവിഷൻ ഓൺ ദ വെർനിയർ, തൊട്ട് താഴെ എഴുതി നമ്പർ ഓഫ് ഡിവിഷൻ ഓൺ ദ വെർനിയർ ഈസ് ഈക്വൽ ടു. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ലാഭിൽ നിന്ന് കിട്ടുമ്പോൾ അതേപോലെ എഴുതിയിരിക്കുക. യൂണിറ്റ് ആ സമയത്ത് മാത്രം കൊടുക്കും, അതായിരിക്കും നല്ലത്. ചില ബുക്കിൽ 10⁻², 10⁻³ മില്ലിമീറ്റർ ആണ്, 10⁻³ മീറ്റർ എന്നൊക്കെ ആക്കി അവിടെ എഴുതിയിട്ടുണ്ട്. ഇൻറ്റു 10⁻³ മീറ്റർ, ബാക്കി അവിടെ സ്പേസ് ഇട്ട് അല്ല ഫില്ല് ചെയ്യേണ്ടി വരും. അത് ഇപ്പോൾ എഴുതണ്ട. നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞ് ആൻസർ കിട്ടുമ്പോൾ മാത്രം സെന്റിമീറ്ററിനെ മീറ്ററോട്ടും മില്ലിമീറ്ററിനെ മീറ്ററോട്ടും അല്ലെങ്കിൽ മറ്റു യൂണിറ്റോട്ട് കൺവേർട്ട് ചെയ്ത് എഴുതിയാൽ മതി. ഓക്കെ, കാരണം നമ്മളിപ്പോൾ വെറുതെ വീട്ടിലിരിക്കുകയാണ്, തിയറി പഠിക്കുന്നേ ഉള്ളൂ. പ്രാക്ടിക്കൽ ഇതിന് ഒപ്പരം പോകേണ്ടതാണ്. അപ്പോൾ പ്രാക്ടിക്കലിലെ ഡേറ്റാസും നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ഈ കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ എഴുതി വെക്കുകയാണെങ്കിൽ പിന്നീട് സ്കൂൾ തുറക്കുമ്പോൾ ലാബിൽ ചെല്ലുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിരിക്കും. കാരണം 10-22 എക്സ്പെരിമെന്റ് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ആ എക്സ്പെരിമെന്റ് വീണ്ടും നമ്മൾ സ്കൂൾ തുറക്കുകയാണെങ്കിൽ അത് വീണ്ടും നമ്മൾ ഇതേപോലെ എഴുതണം. അപ്പോൾ ആ എഴുതുന്ന പരിപാടി കംപ്ലീറ്റ് നമുക്ക് ഒഴിവായി കിട്ടും. ലാബിൽ നിന്ന് റീഡിങ് എടുത്തിട്ട് കോളത്തിൽ നമുക്ക് കൃത്യമായിട്ട് എഴുതിയാൽ മതി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഇപ്പോഴേ ഇത് ചെയ്തു വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണെന്ന് പറഞ്ഞ്. അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാനിവിടെ എടുക്കാൻ തന്നെ കാരണം. ഓക്കെ, അപ്പോൾ എഴുതി. അപ്പോൾ ഇതിൻ്റെ അകത്ത് നോക്കിയിട്ട് അതേപോലെ തന്നെ എഴുതി വെക്കും. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഒരു ടെക്സ്റ്റ് ബുക്ക് അടുത്ത ടെക്സ്റ്റ് ബുക്കിൽ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും, ഒന്നും പ്രശ്നമില്ല. അതേപോലെ ഇവിടെ എഴുതി വെക്കുക. അതിന് ശേഷം ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്താ ഹെഡിങ് കൊടുത്തിരുന്നത്? വോളിയം ഓഫ് ഗിവൺ സിലിണ്ടറിന്റെ ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് എഴുതുക? വോളിയം ഓഫ് ഗിവൺ സിലിണ്ടർ. ഹെഡിങ് എഴുതുക വോളിയം ഓഫ് ഗിവൺ സിലിണ്ടർ എന്ന് കൊടുത്തിട്ട് ഒരു ടാബുലർ കോളം, ഞാൻ ടാബുലർ കോളം വരച്ചിട്ടുണ്ട്. ഇതേപോലെ കോളം വരച്ചിട്ടുണ്ട്. ട്രയൽ നമ്പർ ഇവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്? ട്രയൽ നമ്പർ 1. പിന്നെ MSR എന്ന് കൊടുത്തിട്ടുണ്ട്. MSR ട്രയൽ നമ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ എത്ര പ്രാവശ്യം ചെയ്തു? 1, 2, 3, 4, 5 ആണ് 5. MSR
VSR. ഇതിന്റെ ബ്രാക്കറ്റ് എല്ലാം യൂണിറ്റ് ഉണ്ടാവും. യൂണിറ്റ് ഉള്ളതിന്റെ ബ്രാക്കറ്റ് എല്ലാം യൂണിറ്റ് ഉണ്ടാവും. പിന്നെ VSR ഇൻറ്റു LC, VSR ഇൻറ്റു LC. LC ലീസ്റ്റ് കൊണ്ട് നമ്മൾ മുമ്പ് കണ്ടുപിടിച്ചിട്ടുണ്ടാവും. പിന്നെ ടോട്ടൽ റീഡിങ് എല്ലാം എഴുതി. ഇപ്പൊ താവളക്കോളം വരയ്ക്കുന്നത് ശ്രദ്ധിക്കേണ്ടത്, താവളക്കോളം ഇവിടെ ചിലപ്പോൾ വളരെ ചെറുതാക്കിയിട്ടായിരിക്കും വരച്ചിട്ടുണ്ടാവും. കാരണം പ്രിന്റിങ് എളുപ്പത്തിന് വേണ്ടി. ഇപ്പൊ നമ്മൾ താവളക്കോളം വരയ്ക്കും കുറച്ച് വലുപ്പത്തിൽ വരയ്ക്കുക. പറ്റുമെങ്കിൽ വെർട്ടിക്കലായിട്ട് ഇങ്ങനെ വരയ്ക്കുന്നതിന് പകരം ഇവിടുന്ന് ഇങ്ങനെ വരയ്ക്കുക. അതായത് റെക്കോർഡിൽ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ വരയ്ക്കുന്നതിന് പകരം റെക്കോർഡ് തിരിച്ചിങ്ങനെ വിളിക്കാം. ഇവിടെ നല്ല വലുപ്പത്തിൽ വരയ്ക്കാൻ പറ്റും. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നത്, ഒബ്സർവേഷൻസ് ആൻഡ് കാൽക്കുലേഷൻ എഴുതും. എന്നിട്ട് നല്ല വൃത്തിയായിട്ട് വലുപ്പത്തിൽ വരയ്ക്കും. ഇവിടുന്ന് തന്നെ ഇങ്ങനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നില്ല, ഇവിടുന്ന് വരയ്ക്കും. ഒബ്സർവേഷൻ കാൽക്കുലേഷൻ കൊടുക്കുക, നല്ല വലുപ്പത്തിൽ റീഡിങ് എടുക്കേണ്ടത് വരയ്ക്കുക. ആ റീഡിങ് നമുക്ക് അവിടെ എഴുതേണ്ട സ്പേസ് വേണം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് വരയ്ക്കുക. ബാക്കി ആ ബുക്കിൽ കൊടുത്തിരിക്കുന്ന അതേപോലെ തന്നെ താഴോട്ട് റേഡിയസ് ഓഫ് ദ ഗിവൺ സ്ക്വയർ എല്ലാം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. യൂണിറ്റ് എല്ലാം അവസാനം ഇടുക, അത് കൃത്യമായിട്ട് അതേപോലെ എഴുതുക. അപ്പൊ ഈ ടെക്സ്റ്റ് ബുക്ക് പോലെ തന്നെ പോകുന്നു. റൈറ്റ് സൈഡിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, അതായത് നമ്മൾ ലാബിൽ വരുന്നതിന് മുമ്പിലുള്ള എന്തൊക്കെ ചെയ്യണം അതെല്ലാം അവിടെ റൈറ്റ് സൈഡിൽ എഴുതി വെച്ചു. ലെഫ്റ്റ് സൈഡിൽ കംപ്ലീറ്റ് നമ്മൾ ലാബിൽ ചെയ്യുമ്പോൾ കിട്ടുന്ന റീഡിങ് എഴുതി വെക്കേണ്ട കാര്യങ്ങളാണ് എഴുതി വെക്കേണ്ടത് ലെഫ്റ്റ് സൈഡ്. ടാബിള കോളം വേണം, ചിലപ്പോൾ ഫിഗർ ആവശ്യമാണ്. വെർണിക് കാലിപ്പേഴ്സിൽ ഫിഗർ ഇല്ല, അത് കൃത്യമായിട്ട് നമ്മൾ എഴുതി വെച്ച ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ലാസ്റ്റ് ഇവിടെ റിസൾട്ട് ഉണ്ടല്ലോ, ഈ റിസൾട്ടിൽ ആ കിട്ടിയ റീഡിങ്, ആ ഫൈനൽ റീഡിങ് അവിടെ എഴുതി വെക്കും. ഇത്രയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരു റെക്കോർഡിൽ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യുന്നതിന് മുമ്പിൽ എന്താണോ നമ്മൾ റെക്കോർഡിൽ എഴുതേണ്ടത് അത് എഴുതേണ്ട കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് റെക്കോർഡിലെ എക്സ്പെരിമെൻ്റ് എഴുതേണ്ടതെന്ന് ഞാനൊന്ന് എഴുതി കാണിക്കുകയാണ്. ഇപ്പം നോക്കുക, ഇത് റൈറ്റ് ഹാൻഡ് സൈഡാണ് ഈ ഭാഗം, ഇത് റൈറ്റ് ഹാൻഡ് സൈഡ്, ഇത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. അടുത്ത പേജ് മറിക്കുകയാണെങ്കിൽ ഇത് റൈറ്റ് ഹാൻഡ് സൈഡ്, ഇത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ഇപ്പം എന്ത് ചെയ്യണമെന്ന് ഞാൻ ക്ലാസ്സിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആദ്യം എന്ത് എഴുതണം, ഹെഡിങ് എഴുതണം. ഹെഡിങ് ആണ് ആദ്യം വേണ്ടത്. അപ്പോൾ ഹെഡിങ് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ വെർണിക് കാലിപ്പേഴ്സ് അല്ല ഇപ്പം ഞാൻ എഴുതുന്നത്, മൊമെൻ്റ് ബാർ എന്ന് പറയുന്ന എക്സ്പെരിമെൻ്റ് ആണ് ഇപ്പം ഞാൻ എഴുതാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഞാൻ മൊമെൻ്റ് ബാറിന് ഇവിടെ ഹെഡിങ് കൊടുത്ത് നോക്കുക, മൊമെൻ്റ് ബാർ. ഇനി എന്ത് എഴുതണം, നമ്പറും ഡേറ്റും എഴുതണം. നമ്പർ വേണമെങ്കിൽ നമുക്കിവിടെ കൊടുക്കാൻ പറ്റും, മാർജിൻ്റെ ഇപ്പുറമായിട്ട്, അല്ലെങ്കിൽ മുകളിൽ കൊടുക്കാം. നമ്പർ 1. ഡേറ്റ് എത്രയാ, ഡേറ്റ് ഞാനിപ്പോൾ വെറുതെ കൊടുക്കുന്നു, 15/10/2020 ഇത് ഡേറ്റ് കൊടുത്തു. രണ്ടാമതാണ് മൊമെൻ്റ് ബാർ ചെയ്യുന്നതെങ്കിൽ ഇവിടെ നമ്പർ 2 എന്ന് കൊടുക്കും. അപ്പോൾ അതിന് മുമ്പിൽ വേറൊരു എക്സ്പെരിമെൻ്റ് ഉണ്ടാണ്, ആദ്യം അതിന് മുമ്പിൽ വേറൊരു എക്സ്പെരിമെൻ്റ് ചെയ്തിട്ടുണ്ടാകും. മൊമെൻ്റ് ബാറിന് കൊടുത്തു. അപ്പോൾ ഹെഡിങ് എഴുതി, നമ്പർ കൊടുത്തു, ഡേറ്റ് എഴുതി. ഇനി എന്ത് എഴുതണം, നമ്മൾ എയിം, സബ് ഹെഡിങ് ആയ എയിം കൊടുക്കും. നമ്മൾ എന്ത് എഴുതുന്നു, എയിം എന്ന് എഴുതുന്നു, എന്ന് എഴുതി. എയിം എന്ന് എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ താഴെ എന്താണ് എയിം. ഞാൻ എൻ്റെ അടുത്ത് പ്രാക്ടിക്കൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചിരിക്കുന്ന ആ ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്, അത് നോക്കിയിട്ടാണ് ഞാൻ എഴുതുന്നത്. എന്താണ്, ഫസ്റ്റ് ഇയർ എക്സ്പെരിമെൻ്റ് ആണിത്, ഫസ്റ്റ് ഇയർ ചെയ്യുന്നതാണ്. ടു ഡിറ്റർമൈൻ ദ മാസ് ഓഫ് ദ ഗിവൺ ബോഡി യൂസിങ് എ മീറ്റർ സ്കെയിൽ. എയിം അവിടെ എഴുതി വെച്ചു, ഒറ്റ എയിം മാത്രമേ അവിടെ ഉള്ളൂ, അതുകൊണ്ട് ഒറ്റ എയിം മാത്രം അവിടെ എഴുതി വെച്ചു. അടുത്ത എന്ത് വേണം, അപ്പാരച്ചസ്. ഇനി ഞാൻ എന്ത് എഴുതുന്നു, അപ്പാരച്ചസ് എന്ന് എഴുതി. സബ് ഹെഡിങ് അടുത്ത അപ്പാരച്ചസ് എന്ന് എഴുതി. ഇനി അപ്പാരച്ചസ് എന്തൊക്കെ വേണമെന്ന് എഴുതുക, മീറ്റർ സ്കെയിൽ, സോർട്ടഡ് വെയ്റ്റ്സ്, വെയിറ്റ് ഹാങ്ങർ, ഗിവൺ ബോഡി എക്സെട്ര എന്ന് അപ്പാരച്ചസ് എഴുതിയിട്ടുണ്ട്. ഹെഡിങ് കഴിഞ്ഞു, സബ് ഹെഡിങ് ആയി എയിം കഴിഞ്ഞു, ഇനി അപ്പാരച്ചസ് എഴുതി. ഇനി അടുത്തതാണ് പ്രിൻസിപ്പിൾ. അടുത്ത ഹെഡിങ് കൊടുക്കുക, പ്രിൻസിപ്പിൾ. ഞാൻ ഓരോ ലൈൻ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വിടുന്നുണ്ട്, അങ്ങനെ വിടേണ്ട കാര്യമില്ല. അത് ഞാനിപ്പോൾ എഴുതാനും കാണാനും വ്യക്തമാക്കാനും വേണ്ടി മാത്രം അങ്ങനെ വിട്ടതാണ്. ഇപ്പോൾ പ്രിൻസിപ്പിൾ ഓർ തിയറി, പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ തിയറി എന്ന് എഴുതുക. പ്രിൻസിപ്പിൾ എഴുതുക, മൊമെൻ്റ് ബാറിൻ്റെ പ്രിൻസിപ്പിൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, അത് അതേപോലെ തന്നെ അവിടെ പകർത്തുക. പ്രിൻസിപ്പിൾ എഴുതി കഴിഞ്ഞു. പ്രിൻസിപ്പിൾ എഴുതി കഴിഞ്ഞാൽ തൊട്ട് താഴെ എന്താ വേണ്ട, അടുത്ത സബ് ഹെഡിങ് പ്രൊസീജിയർ. പ്രൊസീജിയർ എന്ന് ഹെഡിങ് എഴുതുക. ഇവിടെ എത്തിയ ബൈ നോട്ടിങ് ദിസ് ഡിസ്റ്റൻസ് എന്ന് ഇവിടെ എഴുതിയപ്പോൾ ഇനി അടുത്ത പേജിലോട്ട് നമ്മൾ പോകണം. അപ്പോൾ അടുത്ത പേജിലോട്ട് നമ്മൾ പോകുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മളിവിടെ റൈറ്റ് ഹാൻഡ് സൈഡിലാണ് എഴുതിയത്. അടുത്ത പേജിൽ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ നമുക്ക് പെട്ടെന്നൊരു തോന്നലുണ്ടാവും, എവിടെ പോയി സാധാരണ നോട്ട്ബുക്കിലൊക്കെ എഴുതുമ്പോൾ നമ്മൾ ലെഫ്റ്റിലോട്ട്, അത് കഴിഞ്ഞ് ഇവിടെയാണ് എഴുതാൻ തുടങ്ങും. ഇവിടെയല്ല എഴുതേണ്ടത്, അടുത്തത് ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ തന്നെയാണ് എഴുതേണ്ടത്. ഒരിക്കലും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എഴുതാൻ പാടില്ല. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് ഒബ്സർവേഷൻസ് ആൻഡ് കാൽക്കുലേഷൻസ് ടാബ്ലോ കോഡൊക്കെ വരയ്ക്കേണ്ടതാണ്. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിലോട്ടാണ് പോകുന്നത്, ഒരിക്കലും ഇവിടെ എഴുതാൻ പാടില്ല. പല കുട്ടികൾക്കും തെറ്റിപ്പോകുന്നതാണ്. അപ്പോൾ നോക്കുക,
ഇവിടെ നമ്മൾ ഈ പേജ് കഴിഞ്ഞെങ്കിൽ നമ്മൾ നേരെ ഇങ്ങനെ വരുന്നു, വീണ്ടും റൈറ്റ് ഹാൻഡ് സൈഡിലോട്ടാണ് പോകേണ്ടത്, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് പോകാൻ പാടില്ല. ഓക്കെ, അപ്പം ഞാൻ ബാക്കി എഴുതുന്നു. എന്നിപ്പോൾ ഈ പേജ് കഴിഞ്ഞു, രണ്ടാമത്തെ പേജ് കഴിഞ്ഞു. ഞാൻ അടുത്ത പേജിലോട്ട് പോകണം. അടുത്ത പേജിലോട്ട് പോകുന്നു, ഞാൻ മറിക്കുന്നു. മറിച്ച ശേഷം വീണ്ടും എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം? ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പം ഇങ്ങനെ എഴുതുന്നു. മൂന്നാമത്തെ പേജിലാണ് പ്രൊസീജിയർ എഴുതി നോക്കുക. ആദ്യത്തെ പേജ്, പിന്നെ അടുത്ത പേജ്, പിന്നെ അടുത്ത പേജ്. മൂന്നാമത്തെ പേജ് ഇപ്പോൾ എന്ത് കഴിഞ്ഞു? പ്രൊസീജിയർ കഴിഞ്ഞു. പ്രൊസീജിയർ കഴിഞ്ഞ ശേഷം അടുത്ത സബ് ഹെഡിങ് എന്താണ്? റിസൾട്ട് എന്ന് കൊടുത്തു. ഒന്നീ കൂടെ വേണ്ടി റിസൾട്ട്സ് എന്ന് കൊടുക്കും. അതിൻ്റെ അകത്ത് റിസൾട്ട് എഴുതി മാസ്, ഒറ്റ റിസൾട്ടേ ഉള്ളൂ. മാസ് ഓഫ് ദ ഗിവൺ ബോഡി ഈസ് ഈക്വൽ ടു ഡാഷ്. കിലോഗ്രാം യൂണിറ്റ് കൊടുത്താൽ എഴുതുന്നുണ്ട്, ഡാഷ് എഴുതി അവിടെ നിർത്തുക. ബാക്കി നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്ത ശേഷം ഇതിൻ്റെ റിസൾട്ട് എഴുതിയാൽ മതി. യൂണിറ്റ് എല്ലാം അന്നേരം എഴുതിയാൽ മതി, ആ സമയത്ത് എഴുതിയാൽ മതി. മാസ് ഓഫ് ദ ഗിവൺ ബോഡി ഈസ് ഈക്വൽ ടു ഡാഷ്. യൂണിറ്റ് ഇപ്പോൾ എഴുതേണ്ട കാര്യമില്ല. ഇത്ര എഴുതി നമ്മൾ അവിടെ നിർത്തി. നോക്കുക, ഇനി നമ്മൾ ഈ എക്സ്പെരിമെൻറ്റിൻ്റെ എയിം, അപ്പാർച്ചസ്, തിയറി ഓർ പ്രിൻസിപ്പിൾ, പ്രൊസീജിയർ, റിസൾട്ട്, ഈ കാര്യങ്ങളെല്ലാം എഴുതി കഴിഞ്ഞു. ഇനി നമ്മൾ എക്സ്പെരിമെൻ്റ് ആദ്യം വീണ്ടും എടുക്കുകയാണ്. ആദ്യത്തെ പേജ് എടുക്കുകയാണ്, നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സ്ഥലം എടുക്കുകയാണ്. അതിൻ്റെ ലെഫ്റ്റ് സൈഡ്, അതിൻ്റെ LHS സൈഡിലാണ് നമ്മൾ എന്തെഴുതേണ്ടത്? ടെക്സ്റ്റ് ബുക്കിലുള്ള ഒബ്സർവേഷൻസ് ആൻഡ് കാൽക്കുലേഷൻസ് തൊട്ടുകാരുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഫിഗർ നമ്മൾ വരയ്ക്കണം. ഞാൻ പറഞ്ഞു വെർനി കാലിപ്പേഴ്സ് വരച്ചപ്പോൾ ഫിഗർ വേണ്ട എന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ഇവിടെ മൊമെൻ്റ് ബാറിൽ ആ ഫിഗർ നിർബന്ധമാണ്. ചില എക്സ്പെരിമെൻറ്റിൽ ആ ഫിഗർ നോക്കിയിട്ടാണ് നമ്മൾ കണക്ഷൻ നടത്തുക. അതുകൊണ്ട് ഇവിടെ ഫിഗർ നിർബന്ധമായിട്ടും വരയ്ക്കണം. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ ഫിഗർ കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ആ ഫിഗർ ഞാൻ എവിടെ വരയ്ക്കുന്നു? ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വരയ്ക്കുന്നു. ഈ ബുക്കിലാണെങ്കിൽ പ്ലെയിൻ ആയ സ്ഥലത്ത് വരയ്ക്കുന്നു. ഫിഗർ ഞാൻ റഫായിട്ട് വരയ്ക്കുകയാണ്. നല്ല വൃത്തിക്ക് വരയ്ക്കുക. മീറ്റർ സ്കെയിലാണ്. മീറ്റർ സ്കെയിൽ വരച്ച് മസാല ആ ബുക്കിൽ അവിടെ ഉണ്ടാവും. ഫിഗർ വരച്ച ശേഷം നമ്മൾ തൊട്ട് താഴെ എന്ത് എഴുതുന്നു? ഒബ്സർവേഷൻസ് ആൻഡ് കാൽക്കുലേഷൻ കൊടുക്കുന്നു. അപ്പോൾ ഒബ്സർവേഷൻസ് ആൻഡ് കാൽക്കുലേഷൻസ് അതിൻ്റെ അടി ഹെഡിങ് എല്ലാം കൊടുത്തു. ഇനി ഒബ്സർവേഷൻസ് ആൻഡ് കാൽക്കുലേഷൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഇത് അതേപോലെ ഞാൻ പകർത്ത് ചെയ്ത്, ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ആദ്യത്തേത് അടുത്ത ഫിക്സഡ് ഡിസ്റ്റൻസ് ഓഫ് ദ വെയിറ്റ് ഹാങ്ങർ ഫ്രം ജി R1 ഈസ് ഈക്വൽ ടു, അതിൻ്റെ യൂണിറ്റ് കൊടുത്തിട്ട് നമ്മളിപ്പോൾ എഴുതുന്നില്ല. ഇനി അടുത്തത് നമ്മൾ ടാബ്ലോ കോളം വരയ്ക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ടാബ്ലോ കോളം അതേപോലെ തന്നെ വരയ്ക്കുക. ഇവിടെ സ്ഥലം ഇല്ലെങ്കിൽ നിങ്ങൾ അവിടെ നിർത്തിയിട്ട് അടുത്ത പേജ് വരയ്ക്കുക. അടുത്ത പേജ് നമുക്ക് സ്ഥലമുണ്ട് ഇഷ്ടം പോലെ. ഇവിടെ സ്ഥലം ഇല്ലെങ്കിൽ നമ്മൾ അടുത്ത പേജ് വരയ്ക്കുക. ഇവിടെ സ്പേസ് ഒക്കെ ഉണ്ട്, അത്യാവശ്യം സ്പേസ് ഉള്ളത് കാരണം ഞാൻ ഇവിടെ തന്നെ വരച്ച് കാണിക്കുകയാണ്. ടാബ്ലോ കോളം വരയ്ക്കുന്നു. ഞാൻ വരച്ചു നോക്കി വരയ്ക്കുക. നോൺ മാസ് അതിന് M1 എന്നാണ് നമ്മൾ കൊടുക്കുന്നത്. M1 എന്ന് കൊടുത്തു. ഗ്രാമിലാണ് അതിന് ഗ്രാം കൊടുത്തു. അടുത്ത പൊസിഷൻ ഓഫ് അൺനോൺ മാസ് ഫ്രം G അതിന് R2 എന്ന് കൊടുത്തു. അവിടെ എഴുതുക പൊസിഷൻ ഓഫ് അൺനോൺ മാസ്. ഞാനിപ്പോൾ R2 എന്ന് കൊടുക്കുന്നു. അതിൻ്റെ യൂണിറ്റ് സെൻറ്റിമീറ്റർ അതവിടെ എഴുതി. പിന്നെ എഴുതിയ ശേഷം അതിൻ്റെ റിസൾട്ട്, ഫൈനൽ റിസൾട്ട് എഴുതുന്നു. ഇപ്പോൾ ഇതിൻ്റെ അത് മാസ് ഓഫ് ദ ഗിവൺ ബോഡി ഈസ് ഈക്വൽ ടു, പിന്നെ കുറച്ച് സ്പേസ് ഇട്ട് ഗ്രാം എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈസ് ഈക്വൽ ടു കിലോഗ്രാം എന്ന് കൊടുത്തിട്ടുണ്ട്. ഇൻറ്റു 10⁻³ കിലോഗ്രാം എന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇത്ര എഴുതിയോടെ നിർത്തും. ഇപ്പോൾ ഗ്രാമിലാണ് ആൻസർ കിട്ടുന്നത്, അതിനെ കിലോഗ്രാമിലോട്ട് മാറ്റിയിട്ട് ഇതാണ് നമ്മുടെ റിസൾട്ട്. ഈ റിസൾട്ടാണ് നമ്മൾ ലാസ്റ്റ് പേജിൽ റിസൾട്ടിൻ്റെ അവിടെ എഴുതേണ്ടത്. ഇവിടെ കൊണ്ട് എഴുതി വെക്കണം. ഇവിടെ റിസൾട്ട് എഴുതി, ഇവിടെ നമ്മൾക്ക് കിട്ടിയ റിസൾട്ട് അതേപോലെ അവിടെ എഴുതി. അത് തന്നെ വീണ്ടും നമുക്ക് SI യൂണിറ്റ് നമ്മൾ ലാസ്റ്റ് പേജിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ റിസൾട്ട് എഴുതുന്ന സ്ഥലത്ത് എത്ര റിസൾട്ട് ഉണ്ട് ആ റിസൾട്ട് എല്ലാം കണ്ടുപിടിച്ച് നമ്മൾ ഇവിടെ എഴുതണം. ഇത്രയും ചെയ്താൽ മതി. പിന്നെ ഒന്നിനും ഡൗട്ട് വരും. ഇതിപ്പോൾ ചെറിയ സിമ്പിൾ എക്സ്പെരിമെൻ്റ് ആയത് കാരണം ഇവിടെ ടാബ്ലോ കോളം ഒരു ടാബ്ലോ കോളം മാത്രമേ ഉള്ളൂ. നോക്കൂ, ഇനി കുറേ ടാബ്ലോ കോളം ഉണ്ടെങ്കിൽ ഈ പേജ് വരച്ചു, അടുത്ത പേജിലും വരച്ചു. ഞാനിവിടെ കുറച്ച് സ്പേസ് വിട്ടത് തന്നെ ഇവിടെ എഴുതേണ്ടതാണ്. ഞാൻ ഇവിടെ കംപ്ലീറ്റും പ്രൊസീജിയർ എഴുതിയിട്ടുണ്ട്. ഞാൻ കുറച്ച് സ്പേസ് വിട്ടെന്ന് മാത്രമേ ഉള്ളൂ. ഈ ഭാഗത്ത് കുറച്ച് സ്പേസ് വിട്ടെന്ന് മാത്രമേ ഉള്ളൂ. കംപ്ലീറ്റ് പ്രൊസീജിയർ അവസാനം കാണിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇവിടെ ടാബ്ലോ കോളം വരച്ചു, ഇവിടെയും ടാബ്ലോ കോളം വരച്ചു. പക്ഷേ റിസൾട്ട് ഇതെല്ലാം നമ്മളിവിടെ എഴുതിയും പോയിട്ടുണ്ട്. ഇവിടെ ഇനി നമ്മൾ എഴുതി തീർന്ന കാരണം ഇവിടെ റിസൾട്ട് വരെ നമ്മൾ എഴുതി വെച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇവിടെ ടാബ്ലോ കോളം വരച്ചു, അടുത്ത പേജിലോട്ടും ടാബ്ലോ കോളം പോകുന്നുണ്ടെന്ന് നോക്കുക. അടുത്ത കോളത്തിൻ്റെ റൈറ്റ് സൈഡിൽ ഒന്നുമില്ല. ടാബ്ലോ കോളം എല്ലാം നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ വരച്ചു വരുന്നു. അങ്ങനെ നാലാമത്തെ പേജിൽ ഇവിടെ എത്തിയപ്പോൾ ഇവിടെ ഈ സൈഡിൽ റൈറ്റ് സൈഡിൽ ആ എക്സ്പെരിമെൻ്റ് ഒരു ഭാഗവുമില്ല. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ വരയ്ക്കുന്നുണ്ടെങ്കിൽ, ഇവിടെ വരയ്ക്കേണ്ട വളരെ ചെറിയ ചില സമയത്തൊക്കെ അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. ഇവിടെ വരയ്ക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അടുത്ത എക്സ്പെരിമെൻ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഈ പേജ് അവിടെ വിട്ടാക്കുക. അടുത്ത എക്സ്പെരിമെൻ്റ് അടുത്ത പേജിൻ്റെ
ഇവിടെയാണ്. ഈ എക്സ്പെരിമെന്റിന്റെ കാര്യമാണ് ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. റൈറ്റ് സൈഡിലെ എക്സ്പെരിമെന്റിന്റെ കാൽക്കുലേഷനും അതിന്റെ ബാക്കിയുള്ള സ്റ്റെപ്സുമാണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ടാബ്ലക്കോളം വരച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ആ എക്സ്പെരിമെന്റ് ഒരു ഭാഗവും ഇല്ലെങ്കിൽ നമ്മൾ ആ പേജ് വിട്ട ശേഷം അടുത്ത പേജ് എടുത്തിട്ട് അടുത്ത എക്സ്പെരിമെന്റ് കൊടുക്കുന്നു. നമ്പർ 2 എന്ന് പറയുന്നു. നമ്പർ 2 ഡേറ്റ് കൊടുക്കുന്നു, ഹെഡിങ് കൊടുത്ത് നമ്മൾ എഴുതി പോകുന്നു. ഇതിന്റെ ഭാഗം ഇവിടെ കാണും. ഈ കാര്യം ഓർക്കുക. പിന്നെ നിങ്ങൾക്ക് കുറച്ച് സ്കില്ലെല്ലാം ഉപയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അത് കുറച്ച് എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇതാണ് ഞാൻ എങ്ങനെയാണ് റെക്കോർഡിൽ എഴുതേണ്ടതെന്ന് ഒന്ന് റഫായിട്ട് കാണിച്ചതാണ്. ഈ രീതിയിലാണ് നിങ്ങൾ റെക്കോർഡ് ബുക്കിൽ ഫിസിക്സിന്റെ എക്സ്പെരിമെന്റ് ഓരോന്നായിട്ട് എഴുതേണ്ടത്. ആദ്യം ചെയ്യേണ്ട എക്സ്പെരിമെന്റ് നമ്പർ 1, രണ്ടാമത് ചെയ്യേണ്ട നമ്പർ 2, മൂന്നാമത് ചെയ്യേണ്ട നമ്പർ 3. ഈ കാര്യങ്ങൾ ഇതേപോലെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഇല്ലാണ്ട് ഈ റെക്കോർഡ് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഡൗട്ട്സ് ഉണ്ടാവും. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്യും. പിന്നെ ബാക്കി ഒരു വീഡിയോ, 1-2 വീഡിയോ പ്രാക്ടിക്കലായിട്ട് ബന്ധപ്പെട്ട 1-2 വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. എന്തെങ്കിലും രീതിയിൽ ഇത് പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.